തൃത്താല വഴി ഇങ്ങനെ പോകുമ്പോഴേ ഇവിടെ ഭയങ്കര തിരക്ക്. വെള്ളിയാങ്കല്ല് ഈ പുഴേൻ്റെ അടുത്ത് ഒരു ഫാമിലി ഭാര്യയും ഭർത്താവും പിന്നെ ഒരു സ്പെഷ്യൽ സ്റ്റാർട്ടപ്പാണ് തോന്നുന്നു. അത് സംഗതി സക്സസ്സാണ് തോന്നുന്നു. ഒരുപാട് ഫാമിലി വന്ന് പോകുന്നുണ്ട്. 26 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഈ ദമ്പതിമാർ നാട്ടിലെത്തുന്നു. ഇനി ഇവിടെ എന്ത് എന്ന ചോദ്യം അങ്ങനെയാണ് രണ്ടുപേർ ചിന്തിച്ചു. ഒരു ചെറിയ വാഹനം എടുക്കുന്നു. ഇദ്ദേഹം അത് മോഡിഫൈ ചെയ്യുന്നു. 4 മാസം എടുത്തു എന്നാണ് പറഞ്ഞത് ഈ രൂപത്തിലേക്ക് മാറ്റുന്നതിൽ. അൽഹംദുലില്ലാഹ് ഇന്ന് ബിസിനസ്സൊക്കെ നല്ല മെച്ചത്തിലാണ്. അവരുടെ വീട്ടിലെ കാര്യം കഴിഞ്ഞ് ഭാര്യയും കൂടെ ജോയിൻ ആവും. ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നു. വലിയൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് പ്ലാനിങ്ങും ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ ഇവിടെയും നല്ല ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ഐറ്റം ഉണ്ട് ഇവിടെ. നമ്മളിവിടെ കുറച്ച് കോഫി അതുപോലെ ടീ അതിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ് ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ സ്നാക്സും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. സ്നാക്സിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, പിന്നെ മോമോസ് ഉണ്ട്, കണ്ണൂരിൻ്റെ ഒരു ഡിഷ് കണ്ണൂർ കച്ചി എന്ന് പറഞ്ഞൊരു ഡിഷ് ഉണ്ട്, പിന്നെ ലോഡഡ് ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ്. എത്ര കാലമായി? ഇതിപ്പോൾ അടുത്ത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആണോ? നിങ്ങൾ ഫാമിലി വൈഫാണ്? ഞാൻ ശ്രദ്ധിച്ച അങ്ങനെ തരാം. നിങ്ങളുടെ ഡ്രസ്സ്, ഗ്ലാസിന്റെ ക്വാളിറ്റി, മെനുവിന്റെ ക്വാളിറ്റി, ഈ വണ്ടിയുടെ എല്ലാത്തിലും ഒരു പ്രൊഫഷണലിസം ഉണ്ട്. നിങ്ങൾ പഠിച്ച ആളാണോ? ഞാൻ ഗൾഫിലായിരുന്നു. എന്തായിരുന്നു അവിടെ? ഞാൻ അവിടെ ബിസിനസ്സാണ്. അപ്പൊ ഞാനിത് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ച ഒരു പ്ലാനാണ്. അപ്പൊ അവിടെ റെന്റ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഒരു സംഭവത്തിന് നമ്മൾ ട്രക്കല്ലേ, ഷോപ്പാണെങ്കിൽ ഷോപ്പിന്റെ റെന്റ് എന്ന് വിചാരിക്കാം. ഇത് ട്രക്ക് ആയതുകൊണ്ട് നമ്മൾ വലിയൊരു ഹൈ റെന്റ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ എന്താക്കി പ്ലാനിങ് നാട്ടിലേക്ക് ആക്കിയതാ. വൈഫിനോട് പറഞ്ഞു? വൈഫ് സപ്പോർട്ട്? പിന്നെ ഫുൾ സപ്പോർട്ടാണ്. എപ്പോഴാണ് ഇവിടെ തുടങ്ങുക? ഇവിടെ 5 to 12 ആണ്. 5 മണി മുതൽ രാത്രി വൈകിട്ട് 5 മണി മുതൽ രാത്രി 12 മണി. ഇവിടെ ഉള്ള കാരണം സാധനം നമ്മളിവിടെ പൗഡർ, കോഫി പൗഡർ ഒക്കെ ബീന് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ലോക്കൽ പൗഡർ ഒന്നും യൂസ് ചെയ്യണില്ല. എല്ലാം ഞാൻ ഒറ്റ ആളാണ്. നിങ്ങൾ ഏത് വരെ പഠിച്ചാണ്? ഞാനോ? ഞാൻ BA വരെ പഠിച്ച ആളാണ്. BA ഡിഗ്രി ആണല്ലേ? അതെ. ഇയാളോ? എന്റെ പേര് വബ്ബിന. മോമോസ് ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. വീട്ടിൽ 3 പിള്ളേരുണ്ട്. ഇവിടെ അടുത്ത് തന്നെ. അതെ, ഇത് തന്നെ പോകും. സ്ത്രീകൾക്ക് ടൈമിന്റെ ഒരു വിഷയം പറയുന്നുണ്ട്. ടൈമിന്റെ ഒരു പ്രശ്നം. നിങ്ങൾ വീട്ടിലത്തെ കാര്യം എല്ലാം ബിസിനസ്സും എല്ലാം കൂടെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. രാവിലെ പിള്ളേര് പോകുമ്പോ ഒരുവിധം എല്ലാ ജോലിയും വീട്ടിലത്തെ കഴിയും. പിന്നെ ഈവനിങ്ങിൽ വെറുതെ ഇരിക്കുന്ന സമയം ഹസ്ബൻഡിന്റെ കൂടെ സന്തോഷമായിട്ട് പോകുന്നതാണ്. ഇതൊക്കെ ഹസ്ബൻഡിന്റെ ഐഡിയ തന്നെയാണ്. ഞാൻ ഇതിൽ കണ്ടൊരു ഏറ്റവും ഹൈലൈറ്റ് ഒരു ഇന്റർനാഷണൽ ഒരു ഫിഗർ ഇതിൽ നൽകിയിട്ടുണ്ട്. മൊത്തത്തില് ഈ വണ്ടി ചെയ്ത് ഞാൻ വീട്ടിലിട്ട് ചെയ്താ. വണ്ടി ചെയ്തത് മൊത്തം വർക്ക് ചെയ്ത് ഞാൻ വീട്ടിലിട്ട് ചെയ്തു. ഒരു സാധാ വണ്ടി മേടിച്ചു. അപ്പൊ അതിനുള്ള ഐഡിയ എങ്ങനെ കിട്ടി? എല്ലാം ഞാൻ ഡിസൈൻ ചെയ്ത് നോക്കി, ഒരു പ്ലാൻ ഉണ്ടാക്കി കമ്പ്യൂട്ടറിൽ. അതനുസരിച്ചിട്ട് എല്ലാം കട്ട് ചെയ്ത് ടൂൾസ് എല്ലാം ഉണ്ട്. ഞാൻ തന്നെ ചെയ്താണല്ലേ? അടിപൊളി. ഓക്കെ. ലിമിറ്റ് ഒന്നുമില്ല. ഇല്ല. ഇപ്പൊ എന്ത് തോന്നുന്നു? പ്രവാസം എത്ര വർഷം ഉണ്ടായിരുന്നു? 26 വർഷം. 26 വർഷം. അതും ഈ ഒരു ചെറിയ ഗ്യാപ്പ് നോക്കുമ്പോ എന്ത് തോന്നുന്നു? ഇപ്പൊ ഇവിടെ വന്നപ്പോ നാട്ടില് പൊതുവെ ബിസിനസ് സക്സസ് ആവാൻ പ്രയാസാണെന്ന് പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സക്സസ് ആവും 100%. നമ്മൾ എന്തെങ്കിലും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാം സക്സസ് ആവും. പ്ലാനിങ് വേണം. എങ്ങനെയാണ് എന്ത് A to Z സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ സക്സസ് ആവും. അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾക്ക് എന്ന് മുതൽ ടേണിംഗ് പോയിന്റ് വന്നത്? തുടങ്ങിയ ഒരാഴ്ച 2 ആഴ്ച? ഞങ്ങള് ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾക്ക് പോസിറ്റീവ് ആയിരുന്നു. പോസിറ്റീവ് ആണല്ലേ? നിങ്ങൾ രണ്ടുപേരും പോസിറ്റീവ് ആണല്ലോ. എന്തായാലും സീക്രട്ട് എന്താണ് പറയും? സന്തോഷമായിട്ട് ജീവിക്കുക, എല്ലാ കാര്യവും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഞങ്ങൾ അവിടെ ഒന്നിച്ചുണ്ടായിരുന്നു. ഗൾഫിൽ ഒരുമിച്ചായിരുന്നു അല്ലേ? വൈഫ്, കുട്ടികളെല്ലാരും അവിടെ ജനിച്ച് വളർന്ന് പഠിച്ച്. അതെ. ഒരു 3 years ആയിട്ട് ഞങ്ങൾ നാട്ടിലായി. മോമോസ് ഒരു ഐറ്റം ആണ്. ഞാൻ എന്താ പറഞ്ഞേ? ഇത് വനില ബോബോ ടീ. ഓക്കെ. അല്ല മോമോസ് അടിപൊളി കേട്ടോ. ഉണ്ട് കേട്ടോ. സ്റ്റാർബക്സിന് വേറെ സ്റ്റാർ ബേക്സ് കഫേ. സ്റ്റാർ ബേക്സ് എന്നാണ്. ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം എന്താ പറയുക, ഈ ഗ്ലാസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും. അപ്പോൾ വെള്ളിയാങ്കല്ല് ഈ ലൊക്കേഷനിൽ വരുമ്പോൾ
അപ്പോൾ 26 വർഷത്തെ പ്രവാസത്തിന് ശേഷമാണ് രണ്ട് പേരും ഒരുമിച്ച് ചേർന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ രണ്ടുപേരും ഹാപ്പിയാണ്.